ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇന്ന് സൺഡേ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു സൺഡേ വ്ളോഗ് എടുക്കാമെന്ന്. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് ഫ്രഷായി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുന്നേ ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന ഡ്യൂട്ടി എനിക്കാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ദോശയും ചെറിയൊരു തക്കാളി കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി നമുക്ക് കഴിക്കാം കേട്ടോ. പിന്നെ ഞാൻ ഒരു ഗ്ലാസ് ചായ എടുത്തിട്ടുണ്ട്, പിന്നെ വെളുത്തുള്ളി അച്ചാറും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഞാനും അമ്മയും കൂടി ഇന്നലെ രാത്രിയിൽ ഉണ്ടാക്കിയ അച്ചാറാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അതിനുശേഷം നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ പൈനാപ്പിൾ കഴിച്ചാലോ എന്ന്. ഇതെൻ്റെ വീട്ടിൽ തന്നെയുള്ള പൈനാപ്പിളാണ് കേട്ടോ. അച്ഛൻ 2 ദിവസം മുന്നേ പറിച്ച് വെച്ചതായിരുന്നു പഴുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അച്ഛനത് കട്ട് ചെയ്തൊക്കെ തന്നു. നല്ല പഴുത്ത് നല്ല മധുരമുള്ള പൈനാപ്പിളാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചു. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ നമ്മളിന്ന് ചിക്കൻ ബിരിയാണി കേട്ടോ വെക്കുന്നത്. അപ്പം ഞാൻ ബിരിയാണിക്ക് വേണ്ട ഉള്ളിയൊക്കെ അരിഞ്ഞ് വെക്കുകയാണ് കേട്ടോ. തൈരിൻ്റെയും ചിക്കൻ്റെയും ബിരിയാണീൻ്റെയും എല്ലാം ഞാനും അച്ഛനും കൂടി അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ തൈരും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അമ്മ ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ്. പാറുക്കുട്ടി, ഇതാണ് നമ്മുടെ പാറുക്കുട്ടി. എന്താ പാറുക്കുട്ടി? മീനെല്ലാം കഴിച്ചിനാ? എൻ്റെ അമലൂട്ടി എടുത്തു. ഇതാണ് കേട്ടോ നമ്മളെ അമലും പാറും ബെസ്റ്റ് ഫ്രണ്ട്സാണ് കേട്ടോ. അവർ ഒരുമിച്ചേ ഭക്ഷണം കഴിക്കൂ, ഒരുമിച്ചേ കിടന്നുറങ്ങൂ, ഒരുമിച്ചേ നടക്കൂ. അങ്ങനെ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സാണ് കേട്ടോ അവർ. അങ്ങനെ ബിരിയാണിയൊക്കെ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് പുറത്തിറങ്ങിയതാണ് കേട്ടോ. ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ പാഷൻ ഫ്രൂട്ട് ഉണ്ടോ എന്ന് നോക്കാമെന്ന്. ഒരുപാട് പാഷൻ ഫ്രൂട്ട് ഇതിലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പഴുത്ത എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി വന്നതാണ്. എന്നിട്ട് വേണം പറിച്ചിട്ട് കഴിക്കാൻ. അങ്ങനെ കുറേ നോക്കി എനിക്ക് 2 പാഷൻ ഫ്രൂട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ബിരിയാണിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അമ്മ വലിയൊരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയും കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റാക്കി വെക്കുകയാണ്. അപ്പം നമ്മൾ വിചാരിച്ചെന്നാൽ പിന്നെ ഇല കഴിച്ചാലോ എന്ന്. അപ്പോൾ ഞാൻ ഇലയൊക്കെ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാം. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. എനിക്കാണെങ്കിൽ ബിരിയാണി കഴിച്ചിട്ട് ഉറക്കം വന്നിട്ട് രക്ഷയില്ല. ഞാനങ്ങനെ പകലിൽ കിടന്നുറങ്ങുന്ന ആളല്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറേ നേരം ഉറങ്ങാണ്ട് പിടിച്ച് നിന്നു. പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ പോയി കിടന്നുറങ്ങാമെന്ന്. അങ്ങനെ നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ അടുക്കളയിൽ ചെന്ന് ഒരു കട്ടൻ ചായ ഇട്ട് കുടിച്ചു. അതിനുശേഷം കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ കത്തിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.